ഈസ്റ്റ് ഹാമിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടത്തെ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ ചെല്ലുന്ന ഒരു ഫീലാണെന്നാണ് പുതിയൊരു പറച്ചിൽ. നമുക്ക് പോയി നോക്കാം. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഇല്ലേ? പപ്പായി എവിടെ പോവാ? എവിടെ? ഈസ്റ്റ് ഹാമിലുള്ള അമ്പലത്തിൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലാണെന്ന് തോന്നും. പോയി നോക്കാം. റെഡിയായ ഇതായിരിക്കും ഫ്രണ്ടിലിടുന്നത്. കേട്ടില്ല. അവർക്ക് കിട്ടുമല്ലോ, ആരെ വിശ്വസിക്കാൻ പറ്റില്ല. എവിടെയും കിട്ടുമല്ലോ, കിട്ടും. പിന്നെ വുമന്റെ കാര്യം എന്താ അങ്ങനെ പറയുന്നത്? അല്ല, അങ്ങനെയാണെന്ന് ഞാൻ ഒരു കാര്യം വെച്ചാൽ വുമനെ മാത്രമല്ല ആണുങ്ങളെയും വിശ്വസിക്കാൻ പറ്റും. അല്ല അങ്ങനെയല്ലേ ഇവിടുത്തെ ആൾക്കാരെ ഒരു വുമണ് അല്ല വുമണ് ഇതാകുന്നുണ്ടെങ്കിൽ അതിന് ആണുങ്ങൾക്കൊരു പങ്കില്ലേ? അവരെ അവിശ്വസിയാകുന്നുണ്ടെങ്കിൽ, അവരെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ മിത്രേനല്ല. ഒരാള് റെഡി ആയിട്ട് ഇറങ്ങിയിരുന്നുണ്ട്. നമ്മുടെ എത്ര നമ്പർ ബസ്? 256. സ്ഥലം ഞാൻ കയറി ഒരു പുതിയ അനുഭവം. അപ്പം ഇവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ട്രെയിനൊക്കെ എടുക്കുവാണ്. കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. ആ കാർഡ് ഇവിടെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ട്രെയിനിൽ സെലക്ട് ചെയ്യും. അതിനകത്ത് പൈസ ഇട്ട് അത് ബാങ്ക് കാർഡ്. ആ സ്റ്റേഷനിലെ പിന്നെ ഇത് ഡിസ്ട്രിക്ട് ലൈൻ എന്ന് പറഞ്ഞ ലൈനാണ്. ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരുടേതായ ടച്ചുള്ള നല്ല മനോഹരമായൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. കിട്ടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ അപേക്ഷിച്ച് അനൗൺസ്മെൻറ്റ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഉള്ള അനൗൺസ്മെൻറ്റ് എഴുതി കാണിക്കുക. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട്. ട്രെയിന്, ബസ് അതിലൊക്കെ കയറിയപ്പോൾ എല്ലാം വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്.
ഏരിയ കാണുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഈസ്റ്റ്ഹാം ഈസ്റ്റ്ഹാമിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടത്തെ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ ചെല്ലുന്ന ഒരു ഫീലാണെന്നാണ് പുതിയൊരു പറച്ചിൽ. നമുക്ക് പോയി നോക്കാം. മമ്മി ഇവിടെ വന്നിട്ടില്ലേ? As it arrives at its next station, please do not activate the passenger alarm. അമ്പലത്തിൽ പോയായിരുന്നു അന്ന്. അമ്പലത്തിൽ പോയി വാർത്ത പോയതുള്ള മെമ്മറിയില്ല. എങ്ങനെ എന്താണ് കണ്ടിട്ട് തോന്നുന്നത്? കുഴപ്പമില്ല. എന്തായാലും അത് അമ്പലം കണ്ട എന്തായാലും നമ്മുടെ അമ്പലത്തിനടുത്ത് എത്തിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ നോക്കിയാൽ കാണുന്ന ദൂരത്ത് നമ്മളെത്തി. നമുക്ക് അങ്ങോട്ടേക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഇല്ലേ? നമ്മുടെ ചെറിയ കടകൾ നമുക്ക് ലണ്ടൻ സിറ്റിക്കടുത്ത് ഇങ്ങനത്തെ ചെറിയ കടകൾ ഷോപ്പുകൾ വളരെ കുറവാണ്. പക്ഷേ ഇതിനൊക്കെ അങ്ങനത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ കടകൾ കാണുന്നത്. അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇത് പക്ക തമിഴ്നാട് രീതിയല്ലേ? മഹാലക്ഷ്മി ടെമ്പിളോ, ലണ്ടൻ മഹാലക്ഷ്മി ടെമ്പിൾ എന്നാ പേര്. ഇത് തുറക്കുന്ന സമയം കേട്ടോ ചെയ്തിരിക്കുന്നത്. 1 മണി വരെ ഉള്ളൂ ഉച്ചയ്ക്ക്. കഴിഞ്ഞാൽ വൈകിട്ട് 5 തൊട്ട് 9 വരെ. നമ്മൾ അമ്പലത്തിൽ തൊഴിലും പരിപാടികളൊക്കെ കഴിഞ്ഞു. പക്ഷേ അമ്പലത്തിൽ കയറി നമുക്ക് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഇവിടെ ഉച്ചക്കത്തെ ഭക്ഷണം ഇവിടെയുണ്ട്. അവിടെ കയറി കഴിച്ചതിന് ശേഷമാണ് കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു ആംബിയൻസ്, നല്ല ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠയാണ്. അതിന് ചുറ്റുമുള്ള ഉപദേവങ്ങൾ മറ്റെല്ലാം ഉണ്ട്. പക്ഷെ വളരെ നല്ലൊരു പ്രാർത്ഥിക്കാനും ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മലയാളികൾ വളരെ കുറച്ചാണ്. പക്ഷേ ഒത്തിരി ഇന്ത്യയിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള ഇവിടെ കാണാൻ പറ്റും. ഇതായിരുന്നല്ലേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് നമ്മൾ തിരിച്ച് പുറപ്പെടും. 1 മണി വരെയാണ് ഇവിടുത്തെ രാവിലെ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഒരു പൂജ. അത് കഴിഞ്ഞ് വീണ്ടും 5 മണിക്കാണ് എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. തോന്നിട്ടു. കുഴപ്പമില്ലായിരുന്നു. നാട്ടിലത്തെ അമ്പലത്തിൽ പോയ പോലെ തോന്നിയോ? അമ്പലം കുറച്ചുകൂടെ വിശാലമായ, കുറച്ചുകൂടെ ഒതുങ്ങിയ ഒരു അമ്പലമാണ്. പോകാം.